ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് പപ്പായ കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പപ്പായ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ എന്നറിയില്ല. പല സ്ഥലങ്ങളിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഓമക്കായ, കറുവത്തുങ്ങ, പിന്നെന്താ കപ്പളങ്ങ, ഇങ്ങനെയുള്ള പേരിലൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് പപ്പായ പൊട്ടിച്ചു കൊണ്ടുവരാം. ഇപ്പോൾ 2 പപ്പായ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വലുത് നോക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ മാങ്ങയൊക്കെ അച്ചാറിടാൻ അരിയുന്നത് പോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അച്ചാറിടാം. ഒരു ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടാകുന്ന ടൈമിൽ നമുക്കിതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലെണ്ണ അച്ചാറൊക്കെ ഇടുമ്പോൾ നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 8 ഇല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊരു മൂപ്പാവുന്നത് വരെ നമുക്ക് ഇന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്ത ശേഷം ഇതിലോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3 സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1 സ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു 1/2 സ്പൂണ് വറുത്ത് പൊടിച്ച കടുക്, പിന്നെ അതുപോലെ തന്നെ വറുത്ത് പൊടിച്ചിട്ടുള്ള 1 സ്പൂണ് ഉലുവ, ഇനി ഒരു 1/2 സ്പൂണ് കായം എല്ലാം കൂടിയും ചേർത്ത് നമുക്ക് നല്ലോണം എന്നിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ച പപ്പായം കൂടി ഇട്ട് കൊടുക്കാം. ഇനി പൊടികളെല്ലാം പപ്പായയിൽ പിടിക്കുന്നത് വരെ നല്ലോണം മിക്സാക്കി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്ത് നല്ലോണം മിക്സായിട്ടുണ്ട് നമ്മുടെ പപ്പായയും പൊടികളും ഒക്കെ ഒന്ന്. ഇനി ഇതിലോട്ട് പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് സുർക്ക കൂടി ഒഴിച്ചു കൊടുക്കാം. പപ്പായ പുളിയില്ലാത്തതാണല്ലോ, അപ്പോൾ നമുക്ക് പുളി ഇനിയും വേണ്ടവർ ഇനിയും സുർക്ക ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് പാകത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ വെന്തിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വേവരുത് കേട്ടോ, ഒന്നും കൂടെ വാടാനേ പറ്റുള്ളൂ. അത് നല്ലോണം വെന്താലിത് 2 ദിവസം കഴിഞ്ഞാൽ ഉടഞ്ഞു പോവുള്ളൂ. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇത് ചൂടാറിയ ശേഷം ഇതിങ്ങനെ വെള്ളം തിന്ന് ഇറങ്ങി വരുന്നതാണ്. ഇനി നല്ലോണം ചൂടാറിയ ശേഷം ഇതൊരു ചില്ലിൻ്റെ കുപ്പിയിലാക്കിയിട്ട് അടച്ച് വെക്കുക. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാവൂ. ഇതിൽ നല്ലോണം ഇതൊക്കെ പിടിച്ച് പുളി ഉപ്പും ഒക്കെ ഈ പപ്പായയിൽ നല്ലോണം
പിടിച്ചതിന് ശേഷമേ ഉപയോഗിക്കാവൂ. നല്ലെണ്ണയൊക്കെ ചേർത്ത് ഇട്ടാണ് ഉണ്ടാക്കിയെങ്കിൽ ഇത് ഒരു മാസമൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. നനവുള്ള സ്പൂണൊന്നും വെച്ചിട്ട് ഇത് കോരിയെടുക്കരുത്. നല്ലോണം തുടച്ചതിന് ശേഷം കോരിയെടുക്കുക. അപ്പോൾ ഇത് കുറേ ദിവസം നിൽക്കും. അപ്പോൾ ഈ ഒരു അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പപ്പായൊക്കെ നമ്മുടെയൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് ഏത് കാലാവസ്ഥയിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കും. അപ്പോൾ ഇനിയൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.